കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ വേദിക് കാലഘട്ടത്തിൻ്റെ അവസാനത്തോടെ ഇന്ത്യൻ പ്രദേശങ്ങളിൽ കൾച്ചറൽ യൂണിറ്റിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ മതങ്ങൾ ഉണ്ടാവുകയാണല്ലോ. വേദകാല മതങ്ങളിലുണ്ടായ ദുഷിച്ച പ്രവണതകൾക്കെതിരായ പ്രസ്ഥാനങ്ങളായും ഈ പുതിയ മതങ്ങളെ കണക്കാക്കാവുന്നതാണ്. മറ്റൊരർത്ഥത്തിൽ വേദകാലത്തുണ്ടായ മാറ്റങ്ങളുടെ പരിണിതഫലമായ ബ്രാഹ്മണാധിപത്യത്തിൽ അധിഷ്ഠിതമായ ചാതുർവർണ്ണയത്തിനെതിരെ നടന്ന സുസംഘടിതമായ എതിർപ്പിൽ നിന്ന് ഉടലെടുത്തതാണ് പുതിയ മതങ്ങൾ എന്നുകൂടി പറയാവുന്നതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടവ സ്വാഭാവികമായും ബുദ്ധിസവും ജൈനിസവും തന്നെയാണല്ലോ. അപ്രകാരം ഈ വീഡിയോയിലൂടെ ജൈനമതത്തെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. ജൈനമതം എന്നത് ബുദ്ധിസത്തെക്കാളും പ്രാചീനതയുള്ള ഒരു മതമാണ്. ജൈനിസം ആരംഭിച്ചത് ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുള്ള വർദ്ധമാന മഹാവീരനിൽ നിന്നല്ല. പകരം ജൈനമതം സ്ഥാപിച്ചത് ഋഷഭദേവയാണ്. 24 തീർത്ഥങ്കരന്മാരിൽ ഒന്നാമത്തെ ആളായിരുന്നു ഇദ്ദേഹം. 24ാമത്തെ തീർത്ഥങ്കരനായിരുന്നു സത്യത്തിൽ വർദ്ധമാന മഹാവീരൻ. അതായത് ജൈനിസം വളർന്നത് 24 സ്പിരിച്വൽ ടീച്ചേഴ്സിലൂടെയാണെന്ന് പറയാം, അതായത് തീർത്ഥങ്കരാസ്. അതിൽ തന്നെ വർദ്ധമാന മഹാവീരൻ എന്നത് ജൈനമതത്തെ പരിഷ്കരിക്കുകയും അതിൻ്റെ പ്രചാരത്തിൽ നിർണായകമായ സ്ഥാനം വഹിക്കുകയും ചെയ്ത ആളാണെന്ന് കൂടി ഓർക്കുക. അതുകൊണ്ട് തന്നെ വർദ്ധമാന മഹാവീരനെക്കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. വർദ്ധമാന മഹാവീരൻ എന്നത് ഏതാണ്ട് BC 600 കാലത്ത് ജനിച്ച ഒരാളാണ്. ഒരു രാജകീയ കുടുംബത്തിലായിരുന്നു മഹാവീര ജനിച്ചത്. ക്ഷത്രിയ കുടുംബത്തിൽ ജനിച്ച മഹാവീരൻ്റെ അച്ഛൻ സിദ്ധാർത്ഥനും അമ്മ ത്രിശാലിയുമായിരുന്നു. വർദ്ധമാനൻ്റെ പിതാവ് ജാത്രിക കുലത്തിൻ്റെ മേധാവിയും അമ്മ ലിച്ഛവി കുലത്തിലെ രാജകുമാരിയുമായിരുന്നു. സ്വാഭാവികമായും ആ കാലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ ഉയർന്ന പദവിയുള്ള സമ്പന്ന വിഭാഗത്തിലാണ് വർദ്ധമാന മഹാവീരൻ്റെ ജനനവും വളർച്ചയും ഒക്കെ ഉണ്ടാകുന്നത്. തുടർന്ന് മഹാവീരൻ ഉന്നത വിദ്യാഭ്യാസം നേടുകയും യശോദ എന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയും ഒക്കെ ഉണ്ടായി. എന്നാൽ മഹാവീരൻ പിന്നീട് ലൗകിക സുഖങ്ങളെല്ലാം വെടിയുകയും സന്യാസം സ്വീകരിക്കുകയുമാണ് ചെയ്തത്. ഏതാണ്ട് 12 വർഷം നീണ്ടുനിന്ന ദേശാടനവും സന്യാസത്തിനുമൊക്കെ അപ്പുറം 42ാമത്തെ വയസ്സിൽ വർദ്ധമാനൻ പരമമായ ജ്ഞാനം നേടുകയും പിന്നീട് ജിനൻ എന്നും മഹാവീരൻ എന്നുമുള്ള പേരുകളാൽ അറിയപ്പെടാൻ തുടങ്ങി. ജിനൻ എന്ന പേരിൽ നിന്നാണ് ജൈനമതം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. ബ്രാഹ്മണിസത്തിൻ്റെ തെറ്റായ പ്രവണതകളെ ചോദ്യം ചെയ്തുകൊണ്ടാണല്ലോ ജൈനമതം ഉയർന്നു വന്നത്. അപ്രകാരം ഒരു വിപ്ലവവും കൂടി നമുക്കിവിടെ കാണാവുന്നതാണ്. അഥവാ വർദ്ധമാന മഹാവീരൻ എന്നത് ഒരു പരിഷ്കർത്താവ് കൂടിയായിരുന്നു എന്നത് തന്നെ. ചാതുർവർണ്ണയവും മറ്റുമായി ചൂഷണങ്ങൾ നേരിട്ട ജനവിഭാഗങ്ങളിലേക്ക് ജൈനമതം വരികയും ജാതിരഹിതവും സാർവജനീനവുമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. മനുഷ്യരെ വിഭജിക്കുന്നതിനു പകരം മാനുഷിക സമത്വത്തിൽ വിശ്വസിക്കുന്ന ജൈനമതം ജനങ്ങൾക്ക് ആശ്വാസം നൽകി. ഒപ്പം തന്നെ ജൈനമതത്തിൻ്റെ പരമപ്രധാനമായ തത്വമായി അഹിംസ എന്നത് നിലകൊണ്ടു. അപ്രകാരം പുതുതായി രൂപപ്പെട്ട ജൈന ബുദ്ധമതങ്ങൾ തമ്മിൽ മത്സരമുണ്ടായെങ്കിൽ പോലും ജൈനമതം അതിവേഗം വളരുകയുണ്ടായി. അജാതശത്രു, ചന്ദ്രഗുപ്ത മൗര്യൻ, ഖരവേലൻ, അമോഘവർഷൻ തുടങ്ങിയ രാജാക്കന്മാരും ജൈനമതത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായി മാറി. അപ്രകാരം ജൈനമതം പലയിടങ്ങളിലേക്കും വ്യാപിക്കുകയും ശക്തമായ ഒരു സാന്നിധ്യമായി മാറുകയുമുണ്ടായി. അപ്രകാരം ഇന്ത്യയിലെ നാനാഭാഗങ്ങളിലേക്ക് പടർന്നു കയറിയ ജൈനമതം ക്ഷയിക്കുന്നത് AD 12ാം നൂറ്റാണ്ടോടുകൂടിയാണ്. അതിനുള്ള പ്രധാന കാരണമെന്നത് വർദ്ധമാന മഹാവീരൻ ശേഷം അത്തരത്തിലുള്ള ഒരാൾ ഉണ്ടായില്ല എന്നതുമാണ്. അതുകൊണ്ട് തന്നെ ജൈനമതത്തിൻ്റെ കെട്ടുറപ്പ് പതിയെ പതിയെ നഷ്ടപ്പെട്ടെന്ന് പറയാം. തമ്മിൽ പ്രശ്നങ്ങളും അനൈക്യങ്ങളുമൊക്കെ പതിയെ തല പൊക്കുവാനും ആരംഭിച്ചു. ജൈനമതം തന്നെ 2 വിഭാഗങ്ങളായി മാറുകയുമുണ്ടായി. അത് ദിഗംബരർ എന്നതും ശ്വേതാംബരർ എന്നതുമാണ്. ഇപ്രകാരം കാലം മാറിയപ്പോൾ മതത്തിലുണ്ടായിരുന്ന ഐക്യദാർഢ്യം നഷ്ടമാവുകയും അതേസമയം മറ്റു മതങ്ങൾ ശക്തി പ്രാപിക്കുകയും ചെയ്തതോടെ ജൈനമതം തകരുകയുണ്ടായി. പക്ഷേ അപ്പോഴും പിൽക്കാലത്ത് ഇന്ത്യയിൽ ബുദ്ധിസം പോലെ ജൈനിസം നാമാവശേഷമായില്ല എന്നുകൂടി പറയേണ്ടതുണ്ട്. പകരം പലയിടത്തും ഇന്നും ജൈനമതത്തെ കാണാവുന്നതാണ്. മറ്റൊരർത്ഥത്തിൽ ജൈനിസം ഒരു പരിധിവരെ ഹിന്ദുയിസത്തിലേക്ക് മാറുകയുമുണ്ടായി. ഏതായാലും ജാതിരഹിത സമൂഹത്തിനു വേണ്ടിയാണല്ലോ ജൈനമതം നിലകൊണ്ടത്. അതുകൊണ്ട് തന്നെ അത് പിന്നീട് ഹിന്ദുയിസത്തിലെ ജാതി ഭിന്നതകളെ ലഘൂകരിക്കുന്നതിന് ഒരു പരിധിവരെയെങ്കിലും സഹായകമാവുകയുണ്ടായി എന്ന് പറയാവുന്നതാണ്.